നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി സർക്കാരിന്റെ മഹത്തായ നേട്ടമായി നാടെങ്ങും കപ്പൽ കാണിച്ചും പരസ്യമിറക്കിയും സർക്കാർ വീമ്പിളക്കുകയാണ് എന്ന ആക്ഷേപം ശക്തമാവുകയാണ്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി നടത്തിയതും നീക്കിയതുമൊക്കെ വെട്ടിനിരത്തിക്കൊണ്ടാണ് സഖാവ് പിണറായി വിജയന് പാർട്ടി കുഴലൂതുന്നത് എന്നാണ് ആരോപണം ശക്തമാവുന്നത്. കപ്പൽ കണ്ട് ആയിരക്കണക്കിന് സഖാക്കൾക്കൊപ്പം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും രോമാഞ്ചം കൊള്ളുകയാണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ചടങ്ങിലും കാരണഭൂതൻ എന്തോ കട്ടക്കലിപ്പിലായിരുന്നു. വിജയവഴിയിൽ കപ്പൽ വന്നതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത സഖാവ് പിണറായി ഇവിടുത്തെ സർക്കാർ ബസ്സുകളുടെയും ബോട്ടുകളുടെയും ഒക്കെ ശോച്യാവസ്ഥ മറന്നതുപോലെ തോന്നുന്നു. വിഴിഞ്ഞത്ത് കപ്പൽ എടുത്താൽ അതിന്റെ നേട്ടം മറ്റാർക്കുമല്ല, കോടീശ്വരൻ അദാനിക്ക് മാത്രമാണ്. കുത്തക മുതലാളിക്ക് പരവതാനി വിരിക്കാൻ വിഴിഞ്ഞത്ത് പാർട്ടി സഖാക്കൾക്ക് യാതൊരു മാനക്കേടും തോന്നിയതില്ല എന്നും ആരോപണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുൻപായിരുന്നെങ്കിൽ തൊഴിലാളി സഖാക്കൾ കൂലി തർക്കത്തിന്റെ പേരിൽ വിഴിഞ്ഞത്ത് കപ്പലിന് നേരെ കല്ലെറിയുമായിരുന്നു. കേരളത്തിലെ വിമാനത്താവളങ്ങളുടെ കാവൽ കേന്ദ്ര പോലീസിനായിരുന്നെങ്കിൽ ഇതേ സഖാക്കൾ വിമാനത്താവളങ്ങളിൽ അതിക്രമിച്ചു കയറി വിമാനം പോലും അടിച്ചു പൊളിച്ചു കളഞ്ഞേനെ. കേരളത്തിലെ നെൽവയലുകളിൽ ട്രാക്ടർ വന്നപ്പോഴും ഓഫീസുകളിൽ കമ്പ്യൂട്ടർ വന്നപ്പോഴും അടിച്ചു പൊളിച്ച പാരമ്പര്യമുള്ള CPM പറയുകയാണ് വിഴിഞ്ഞം ഞങ്ങളുടെ മഹത്തായ നേട്ടമാണെന്ന്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേറെയും കൊടിപൊക്കി സമരം നടത്തി അടിച്ചുപൊളിച്ച പാരമ്പര്യമുള്ള സഖാക്കൾ പറയുന്ന വിഴിഞ്ഞം തുറമുഖം ഞങ്ങളുടെ നേട്ടമാണെന്ന്. CPM ഗുണ്ടകളെയും തൊഴിലാളി സഖാക്കളെയും ഭയന്ന് കേരളത്തിലേക്ക് ഒരു വ്യവസായി പോലും ഇക്കാലത്ത് തിരിഞ്ഞു നോക്കില്ല. കേരളത്തിൽ പണം മുടക്കാൻ ഒരു വ്യവസായി പോലും തയ്യാറല്ല. മുതൽ മുടക്കിയാൽ തന്നെ രക്ഷപ്പെടുകയുമില്ല. കേരളത്തിൽ പ്രസ്ഥാനം തുടങ്ങിയാൽ സഖാക്കൾ അവിടെ കുട്ടിച്ചോറാക്കുമെന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ ബാക്കിയുണ്ട്. കിറ്റക് സാബുവും ഈസ്റ്റേൺ കറി പൗഡർ മാരാനും V-ഗാർഡുമൊക്കെ കേരളം വിടാൻ കാരണം ഇവിടുത്തെ സഖാക്കളെ സഹിക്കാൻ പറ്റാതെയും CPM നേതാക്കൾക്ക് പിരിവ് കൊടുത്തും അടുത്തുമാണ്. കേരളത്തിൽ നെല്ലും പാടവും അരിയും ഇല്ലാതാക്കിയത് കൊടിപൊക്കിയ സഖാക്കളുടെ നീതികെട്ട സമരം കൊണ്ടാണ്. കേരളത്തിൽ 25,000 തൊഴിലാളികൾക്ക് പണവും തീറ്റയും കൊടുത്ത കായൽ രാജാവ് മുരിക്കൻ ഔസേപ്പിനെ കെട്ടുകെട്ടിച്ച് നാട് കടത്തിയതും പാർട്ടിയാണ്. കായൽ രാജാവിന്റെ റാണി ചിത്തിര മാർത്താണ്ഡം കായൽപ്പാടങ്ങൾ മിച്ചഭൂമിയുടെ പേരിൽ വെട്ടിപ്പിടിച്ച് സഖാക്കൾക്ക് വീതിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന ആരോപണമൊക്കെ ഒരു വശത്ത് ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ആ കായൽ ശേഖരം പിൽക്കാലത്ത് കാട് കയറി ആർക്കും വേണ്ടാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു കേരളത്തിലെ വികസനത്തിന്റെ മൊത്തം മുതലാളിമാർ ഇടത് സർക്കാരും CPM-കാരുമാണെന്ന്. കേരളയിൽ ഉൾപ്പെടെ വൻ വികസനം നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണഭൂതൻ. കേരളത്തിൽ സ്വന്തം പണം മുടക്കി പാവപ്പെട്ടവർ ഒരു മാടക്കട തുടങ്ങിയാൽ അത് ചുട്ടുകരിക്കുന്ന പാരമ്പര്യമാണ് സഖാക്കളുടേത്. തടി വലിക്കുന്നത് ആനയാണെങ്കിലും വൈകുന്നേരം നോക്കുകൂലി വാങ്ങുന്ന പാർട്ടി സഖാക്കളെ കേരളം എല്ലാ കാലത്തും എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ കെട്ടിപ്പൊക്കിയത് സഖാക്കളും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് ഇപ്പോഴും പാർട്ടിക്കാർ അവകാശപ്പെടുന്നു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം ഈയിടെ കൊള്ളയടിച്ചു മുടിച്ച കഥകളും ഇപ്പോൾ കേരളം അറിയുന്നുണ്ട്. വിഴിഞ്ഞത്ത് കപ്പൽ വന്നാൽ കപ്പലിൽ വരുന്നത് റേഷനരിയും ഗോതമ്പും പിണ്ണാക്കുമൊക്കെയാണെന്ന് ധരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. കുത്തക മുതലാളിമാരുടെയും വൻ വ്യവസായികളുടെയും വ്യവസായ ഉൽപ്പന്നങ്ങളാണ് കടൽ കടന്നു വരുന്നതെന്ന് തിരിച്ചറിയാനുള്ള ശരാശരി ബുദ്ധി പോലും ചിലർക്കില്ലാതെ പോകുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് റബ്ബറും കുരുമുളകും തേയിലയും കാപ്പിയുമൊക്കെ കപ്പലിൽ വരുമ്പോൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസവും ഇടിഞ്ഞു വീഴുമെന്ന തിരിച്ചറിവൊന്നും പലർക്കുമില്ല. കപ്പലും വിമാനത്താവളവും ഒക്കെ ഇനിയും വരട്ടെ. പക്ഷെ ഇന്നലകളിൽ കേരളത്തിന്റെ വികസനം മുടിച്ച് തേച്ചു കഴുകിയതിന്റെ പങ്കാളിത്തം ഒരാൾക്കും തള്ളിപ്പറയാനാകില്ല. ചെറിയൊരു പ്രസ്ഥാനം തുടങ്ങിയാൽ പോലും അവിടെ തൊഴിൽ സമരവും ഗുണ്ടായുസവുമായി ഓടിയെത്തുന്ന യൂണിയനുകളുടെ കൊടും ചെയ്തികൾ ആർക്കാണ് മറക്കാനാവുക? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.